വയനാട്ടിൽ നിന്നുള്ള ഒരു അതിദാരുണമായിട്ടുള്ളൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. വയനാട് പുൽപ്പള്ളിയിൽ കൃഷിയിടത്തിലെ വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റ് ദമ്പതികൾ മരിച്ചു. ചെത്തിമറ്റം പുത്തൻപുരയിൽ ശിവദാസ്, ഭാര്യ സരസു എന്നിവരാണ് മരിച്ച. വിവരങ്ങളുമായി CV ഷിബു ഉണ്ട് വയനാട്ടിൽ നിന്നും. ഷിബു, നമ്മൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരവധിയായിട്ട് ഈ കഴിഞ്ഞ ഇടയിൽ അടിക്കടിക്ക് കേൾക്കുന്നതാണ്, കാണുന്നതാണ്. ഇപ്പോൾ വീണ്ടും അത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് സംഭവം ഉണ്ടായത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ദാരുണമായ ഒരു മരണമാണ് ഇന്ന് വൈകുന്നേരം വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് പുൽപ്പള്ളി കാപ്പി സെറ്റിലാണ് ചെത്തിമറ്റത്തിൽ പുത്തൻപുരയ്ക്കൽ ശിവദാസനും ഭാര്യയും സരസുവും മരിച്ചത്. ഇവർ രണ്ടുപേരും വീടിനോട് ചേർന്ന് തന്നെ ഇവർക്ക് കൃഷിയിടമുണ്ട്. ഈ കൃഷിയിടത്തിൽ വലിയ വന്യമൃഗ ശല്യമുണ്ട്, പ്രത്യേകിച്ച് കാട്ടുപന്നിയുടെയും മറ്റും ശല്യമുണ്ട്. അവിടേക്ക് ചെറിയ തോതിലുള്ള വൈദ്യുതി കണക്ഷൻ നൽകിയിരുന്നു. പന്നികളെ തുരത്തുന്നതിന് വേണ്ടി വൈദ്യുതി ഫെൻസിംഗ് നിർത്തിയിരുന്നു. ഈ ഫെൻസിംഗിലേക്ക് വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരുന്നു. ഈ ഉണ്ടായിരുന്ന വിവരം അറിയാതെ അബദ്ധത്തിൽ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം സരസുവിനെ ഷോക്കേൽക്കുകയായിരുന്നു. സരസുവിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് ഈ ഭർത്താവ് ശിവദാസനും ഷോക്കേറ്റത്. ഇവരുടെ നിലവിളി കേട്ട് ഉടൻ തന്നെ നാട്ടുകാർ സ്ഥലത്തെത്തുകയും രണ്ടുപേരെയും ഉടൻ തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ശിവദാസനെ പുൽപ്പള്ളിയിലെ ആശുപത്രിയിലും സരസുവിനെ ബത്തേരിയിലെ ആശുപത്രിയിലേക്കും ആണ് എത്തിക്കുകയുണ്ടായി. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ച ഉടനെ തന്നെ ഇരുവരും മരണപ്പെടുകയായിരുന്നു. ഇപ്പോൾ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ബത്തേരിയിലെ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംഭവ വിവരം അറിഞ്ഞ് KSEB അധികൃതർ സ്ഥലത്തെത്തി. പുൽപ്പള്ളിയിൽ നിന്നും പോലീസും സ്ഥലത്തെത്തി പരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ട്. ഷോക്കേറ്റ് തന്നെയാണ് മരണം സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ഉള്ളത്. അബദ്ധത്തിൽ വൈദ്യുതി വേലിയിൽ തട്ടിയാണ് ഇവർക്ക് എന്നും ആണ് ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത്. വയനാട് പുൽപ്പള്ളിയിലാണ് ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായത്. കൃഷിയിടത്തിന് സുരക്ഷിത വേലി ഒരുക്കിയിരുന്ന വൈദ്യുത വേലിയിൽ തട്ടി ദമ്പതികൾ മരിച്ചിരിക്കുകയാണ്. ശിവദാസ്, ഭാര്യ സരസു എന്നിവരാണ് മരിച്ച. വിവരങ്ങൾ നൽകിയത് CV ഷിബു ആണ് വയനാട്ടിൽ നിന്നും.